ഹലോ ഡിയേഴ്സ്, ആർഡിനോൻ്റെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ക്ലാസ്സാണിത്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു LED ബ്ലിങ്ക് ചെയ്യുക, ഒരു ആർഡിനോ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു ലൈറ്റ് നമുക്ക് എങ്ങനെ തെളിയിക്കാം. ഒരു റോബോട്ടിക്സിലൊരു ബേസിക് ക്ലാസ് തന്നെയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊരു കണക്ഷന്, ആർഡിനോയിലേക്കുള്ള നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽസിൻ്റെ കണക്ഷന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നൊരു പ്രാക്ടിക്കലാണിത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു LED എങ്ങനെയാണ് നമ്മൾക്ക് ആർഡിനോയിൽ കോഡ് അപ്ലോഡ് ചെയ്തിട്ട് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആർഡിനോ എന്താണ് യൂനോ ആർഡിനോ എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് റോബോട്ടിക്സിൽ തീരെ ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യം ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുക. ആർഡിനോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആർഡിനോ അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് കേബിള്, നമുക്ക് വേണ്ടത് ജമ്പർ വയർ, LED വേണം, ആർഡിനോ വേണം. ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം എടുത്ത് വെച്ച് സെറ്റായിട്ടിരിക്കുക. ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കോഡ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും ആർക്കും തീരെ ഇപ്പോൾ C++ പ്രോഗ്രാമിലുള്ള കോഡാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കൂടി എങ്ങനെ ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കോഡ് കണ്ടുപിടിക്കാം. തീരെ റോബോട്ടിക്സിൽ ഒരു ഐഡിയ ഇല്ലാത്തൊരു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആർഡിനോ ഒക്കെ കളക്ട് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു ആർഡിനോയും അതിൻ്റെ കണക്റ്റിംഗ് കേബിളും എടുത്തിട്ടുണ്ട്. നമ്മുടെ റോബോട്ടിക് ഡിവൈസ് വർക്ക് ചെയ്യാനുള്ള കോഡ് ഉള്ളത് കമ്പ്യൂട്ടറിലാണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ കോഡ് ഈ ഒരു ആർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. ആർഡിനോൻ്റെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതാദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക, അല്ലാണ്ട് ഒരു ഐഡിയയും കിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ആർഡിനോ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആർഡിനോ എടുക്കുന്നു, കണക്റ്റിംഗ് കേബിൾ എടുക്കുന്നു, അതിൻ്റെ കണക്റ്റിംഗ് കേബിളിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്, ആ ഒരു ഭാഗത്തേക്ക് അത് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ കമ്പ്യൂട്ടറിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു പിന്നാണുള്ളത്, അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്കും കണക്ട് ചെയ്യുക. അതിന് ശേഷം നോക്കുമ്പോൾ ആർഡിനോയിൽ ഒരു ലൈറ്റ്, ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്രീൻ ലൈറ്റ് വന്നാൽ ഓക്കെയാണ്, നമ്മൾ ആർഡിനോ ഒരു വർക്കിംഗ് കണ്ടീഷനിലുള്ള നല്ലൊരു ആർഡിനോ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് കോഡ് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത് ആർഡിനോയിൽ തന്നെ L എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. ആ ഒരു ലൈറ്റ് എങ്ങനെ കത്തി നിൽക്കും എന്നുള്ളതും പിന്നീട് അതിനുള്ള കോഡ് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കാൻ, ഇപ്പം ഓൺ ഓഫ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ആർഡിനോ എങ്ങനെ സെറ്റാക്കാം എന്നുള്ള 2 കോഡ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ആണ് ഇനി കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് കോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആർഡിനോ IDE എന്നുള്ളൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണം. ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൂഗിളിൽ ആർഡിനോ IDE എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നൊരു സ്ക്രീനാണിത്. ഇതിൽ നമുക്ക് ആ ഒരു ഫയൽ ഫോർ വിൻഡോസ് എന്നുള്ളത് ചൂസ് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ, സാധാരണ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കത് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ബാറിൽ ആർഡിനോ IDEൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആർഡിനോ IDE അതിനൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ കോഡ് എഴുതേണ്ടത്. ഏതാണ് ബോർഡ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന യൂനോ ആർഡിനോ ആയതുകൊണ്ട് യൂനോ ആർഡിനോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതാണ് പോർട്ട് എന്നുള്ളതും സെലക്ട് ചെയ്യുക. പോർട്ട്
നമുക്ക് 2 തരത്തിൽ സെലക്ട് ചെയ്യാം. ടൂൾസ് മെനുവിലും പോർട്ട് എന്നുള്ളൊരു ഓപ്ഷന് അവൈലബിൾ ആണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഏതാണോ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഡിവൈസിലേക്ക് വേണ്ട പ്രോഗ്രാം C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എഴുതണം. അപ്പോൾ ആ ഒരു എഴുതുന്ന കോഡ് നമ്മൾ പറയുക സ്കെച്ച് എന്നാണ് പറയുക. ന്യൂ സ്കെച്ച് എടുത്തിട്ട് വരുന്ന ഒരു വിൻഡോയിൽ, ഇതാണ് ന്യൂ സ്കെച്ച് എടുത്താൽ വരുന്ന വിൻഡോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ ChatGPT ചൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസിങ് ChatGPT എന്നുള്ള എടുക്കുന്നു. അതിൽ റൈറ്റ് എ കോഡ് ടു ലൈറ്റ് 1 LED യൂസിങ് ആർഡിനോ യുനോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുള്ളൊരു കോഡ് അതിൽ ഡിസ്പ്ലേ ചെയ്യും. ആ ഒരു കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ന്യൂ സ്കെച്ചിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ആർഡിനോയിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആർഡിനോ നോക്കിയാൽ ഒരു ഗ്രീൻ ലൈറ്റ് മാത്രമാണ് അതിൽ കാണാൻ പറ്റുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് കമ്പൈൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് മുകളിൽ മെനു ബാറിൻ്റെ താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൺ കമ്പൈലിംഗ് എന്നുള്ളൊരു മെസ്സേജ് വരും താഴ്ഭാഗത്ത്. അതുപോലെ തന്നെ താഴെ സ്ക്രീനിൽ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ അപ്ലോഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് മുകളിൽ മെനു ബാറിൽ താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു കോഡ് ഇപ്പോൾ ആർഡിനോയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ആർഡിനോയിൽ നമുക്ക് നോക്കിയാൽ കാണാം L എന്നുള്ള LED ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത ആ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ലൈറ്റിനെ എങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കാം, ഓൺ ഓഫ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളെ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നമ്മളിപ്പോൾ LED ബ്ലിങ്ക് ഹൈ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് LED ബ്ലിങ്ക് ഹൈ ഡിലേ 1000, അതുപോലെ തന്നെ LED ബ്ലിങ്ക് ലോ ഡിലേ 1000 മില്ലി സെക്കൻഡ്സ്. ആ ഒരു കോഡും കൂടി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു LED ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് ഈ ഒരു ബ്ലിങ്കിങ് എക്സ്റ്റേണലി ഒരു LED കണക്റ്റ് ചെയ്താൽ എങ്ങനെ ഈ ആർഡിനോയിലെ കോഡ് യൂസ് ചെയ്തിട്ട് അത് ബ്ലിങ്ക് ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രെഡ് ബോർഡ് വേണം. ബ്രെഡ് ബോർഡ്, അതുപോലെ തന്നെ ഒരു LED, അതിന് റെഡ് കളർ LED ആണ് എടുത്തിരിക്കുന്നത്. ദെൻ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യണം. റെസിസ്റ്റർ, അതുപോലെ തന്നെ 2 ജമ്പർ വയർ. ഇതൊരു മെയിൽ ടു മെയിൽ 2 ജമ്പർ വയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ കോഡിൽ കൊടുത്തിരിക്കുന്ന LED പിൻ നമ്പർ 13ലേക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിലുള്ള ആർഡിനോയിലുള്ള 13ലേക്കാണ് നമ്മൾ ഈ 13 ഡിജിറ്റൽ പിൻ 13ലേക്കാണ് നമ്മൾ ഈ ഒരു LED കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ LED എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ലെഗിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കണ്ടുപിടിക്കാം. നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും കുറച്ച് ചെറുതായിരിക്കും. ഞാനിവിടെ കൊടുക്കുകയാണ്. ബ്രെഡ് ബോർഡിൽ നെഗറ്റീവ് പോസിറ്റീവ് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നെഗറ്റീവിൽ നിന്ന് ഞാനൊരു റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നെഗറ്റീവിലേക്ക് ഞാനൊരു റെസിസ്റ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ജമ്പർ വയർ എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ഇതിൻ്റെ ഗ്രൗണ്ട്, ഒരു 3 ഗ്രൗണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഈ ഒരു പിന്നെ കണക്ട് ചെയ്യുക. പിന്നെ നമ്മളെ കോഡിൽ പറഞ്ഞിരിക്കുന്നത് 13ലാണ്. ഔട്ട്പുട്ട് നമ്മൾ 13ലാണ് ഡിക്ലെയർ ചെയ്തത്. സോ നമ്മളിതിൽ 13 എന്നുള്ള പോയിന്റിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് ലെഗും കണക്ട് ചെയ്യാം. നമ്മൾ LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കോഡ് കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് ഇതിലുള്ള LED-യും ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ എങ്ങനെ 2 LED ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യിക്കാം, 3 LED എങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കാം, കുറേ LED-കൾ ഒരുമിച്ച് ഡാൻസിങ് LED ആയിട്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ക്ലാസ്സുകളൊക്കെ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.